എനിക്ക് ഈ വീഡിയോ എങ്ങനെ വേണം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയും ഈ വീഡിയോ നിങ്ങൾ കണ്ട നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്ന ഒരു വീഡിയോ ആയിരിക്കണം ഇത്. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടണമെന്ന് എനിക്ക് നല്ല രീതിക്കുള്ള പ്ലാൻ ഉണ്ട്. എനിക്ക് വേണ്ടത് ഡോപ്പമിൻ ഡീറ്റോക്സ് ആണ്. എന്താണ് ഡോപ്പമിൻ ഡീറ്റോക്സ്? എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഡോപ്പമിൻ ഡീറ്റോക്സിനുള്ളത്? എന്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ച് ആണ് ഡോപ്പമിൻ ഡീറ്റോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കണ്ടു കടന്നിട്ടും നിങ്ങൾ ഈ മീഡിയ പറയുന്നതെല്ലാം ശരിയാണല്ലോ, അവർ പറയുന്നതെല്ലാം കണ്ടു കടന്നിട്ടും യൂട്യൂബിലും ഇങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഷോർട്സും ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഫ്രൈഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ടോപ്പിക് എന്ന് പോലും അറിയത്തില്ല. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡോപ്പമിൻ ഡീറ്റോക്സ് എന്നൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്ക് നമ്മൾ നല്ല രീതിക്ക് നമുക്ക് വേണ്ടി ചെയ്താൽ നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ആവും. അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്, ആൾക്കാർ ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് ഇതുവരെയ്ക്കും അറിയത്തില്ല. ബ്രോ, ഞാനിവിടെ നിങ്ങളുടെ കോമൺ യൂട്യൂബർ എന്ന് പറഞ്ഞൊരു ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് പൊട്ടത്തരം പറഞ്ഞു തരത്തില്ല. നോ 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 അങ്ങനല്ല എന്റെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈ കണ്ടന്റിന്റെ ഔട്ട് അങ്ങനെയല്ല ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈ കണ്ടന്റ്, ഈ വീഡിയോ നിങ്ങൾ എന്റെ ഒരു ഏത് വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ അതിനകത്തുനിന്നും നിങ്ങൾക്കുള്ള ഇൻഫോർമേഷൻ, അതിനകത്തുനിന്നും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്പ്രൂവ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്നെ സെൽഫീസ് എന്ന് വിളിക്കാം, ഐ ഡോണ്ട് കെയർ. എനിക്ക് ഇമ്പ്രൂവ് ആവണം. അതാണ് എന്റെ മെയിൻലി എന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമ്പ്രൂവ് ആവണം. അതുപോലെ തന്നെ എന്നെ കാണുന്ന നിങ്ങൾ എന്റെ ഒരു വീഡിയോയിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ തന്നിരിക്കും. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫ് ഒരു പെർസെന്റ്, ഞാൻ പറയുന്ന ഒറ്റയടിക്ക് നിങ്ങൾ അങ്ങ് മാറി മറിയും, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വരും, നിങ്ങൾ നാളെ ഒരു കോടീശ്വരൻ ആവും എന്നുള്ള ക്രാപ്പ് അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗിമിക് ആയിട്ടുള്ള ഷൈനിങ് ഒബ്ജക്റ്റ് അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കി, ഇൻഫർമേഷൻ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഞാൻ പറയുന്നു, ഐ എം ടെല്ലിങ് യു ഗൈസ്. ഞാനിപ്പോ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടിട്ട് എന്റെ ഫ്രീ ആയിട്ടുള്ള ഇസഡ് ഗ്രൂപ്പ് എന്ന കമ്മ്യൂണിറ്റി ജോയിന്റ് ആയ പിള്ളേരെന്ന് പറഞ്ഞാൽ കില്ലിങ് പിള്ളേഴ്സ് ആണ്. എല്ലാവരും ഒന്നും പറയത്തില്ല, അതിനകത്ത് 100 പേരൊന്നുമില്ല. അതിനകത്ത് ജസ്റ്റ് അറൗണ്ട് 70-80 പേരൊക്കെ ഉള്ളു. ബട്ട് അതിനകത്ത് 10 പേരുണ്ട്. ഞാൻ എപ്പോഴും ആ 10% ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അവരെ മാത്രമാണ് എനിക്ക് വേണ്ടത്. അല്ലാത്തൊരു ജസ്റ്റ് ഡെഡ് എൻറ്റിറ്റിയാണ്. ഐ ഡോണ്ട് കെയർ. എനിക്ക് അവരെ വേണ്ടതാണ്. പക്ഷെ ആ 10 പേരിലെ റിസൾട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാമും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഞാൻ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ടൈം സ്പെൻഡ് ചെയ്തൊന്ന് കാണിക്കാൻ ഞാൻ ഇന്ന് പറഞ്ഞു. അവരത് എനിക്ക് അപ്പൊ തന്നെ അയച്ചു തന്നു. നോക്കൂ, നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടൈം എത്രമാത്രമാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലും നിങ്ങൾ നോക്കൂ. നിങ്ങളെ അവർ കില്ല് ചെയ്യും. അവർ ജസ്റ്റ് ഔട്ട് വർക്ക് ചെയ്ത് നിങ്ങളെ നശിപ്പിച്ചു കളയും. ഐ എം ടെല്ലിങ് യു, നിങ്ങളെ നശിപ്പിച്ചു കളയും. ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ യു വിൽ ഫെയിൽ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നട്ടെ, ബട്ട് ഞാൻ റിയാലിറ്റി ആണ്, ട്രൂത്ത് ആണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്തു നോക്കിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് പറയത്തുള്ളൂ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇത്രയുമുള്ള സീരിയസ് ആയിട്ട് തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടൊരു കോഴ്സ് ആണ് ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്റെ വേറെ ഒരു വീഡിയോ കാണാൻ ഞാൻ നിങ്ങളോട് പറയത്തില്ല. നിങ്ങൾ കാണണ്ട. നിങ്ങളുടെ ടൈം വളരെ പോവായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ യൂട്യൂബർ ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന അവന്മാരെ പോയി നിങ്ങൾ കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ബട്ട് ഞാൻ നിങ്ങളോട് ഒരു വീഡിയോ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ മാത്രമേ, ഒരു പ്ലേലിസ്റ്റ് മാത്രമേ നിങ്ങളോട് കാണാൻ പറയത്തുള്ളൂ. അത് ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന ഈ ഫ്രീ ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ്. അത് നിങ്ങൾ എല്ലാ ഫോക്കസും നിങ്ങൾ മാറ്റിയിരുത്തി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിസ്ട്രാക്ഷൻ എല്ലാം മാറ്റിയിരുത്തി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു ആരും റെസ്പെക്ട് ചെയ്യാത്ത, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും തുപ്പിയും ഇട്ടിരിക്കുന്ന, ഒരു പൈസ ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ നിൽക്കുന്ന, വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് സമാധാനം ഇല്ലാതെ നിൽക്കുന്ന ഒരു ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകേണ്ടത്? ഈ ക്വസ്റ്റ്യന് നിങ്ങൾ എനിക്ക് മറുപടി തന്നേ പറ്റൂ. ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ ആണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ഇത് മനസ്സിലാക്കി ഒരു ഈഗിൾ എന്ന് പറഞ്ഞൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കുമുണ്ട്, ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഈ പുതിയ ഓപ്പർച്യൂണിറ്റി അതിനുവേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ഹാപ്പി ആയിട്ട് പെതുക്കെ എല്ലാം പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് പെതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് മിലിറ്ററി ഏജ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് അത് അച്ചീവ് ചെയ്യാം എന്ന ആഗ്രഹത്തോടെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഈഗിൾ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഇപ്പൊ എന്നോട് ആർഗ്യൂ ചെയ്യുമായിരിക്കും, ഇത് പറ്റത്തില്ല നിങ്ങളുടെ ബ്രെയിൻ ഇപ്പൊ കൊണ്ട് പറയുക. ബട്ട് നിങ്ങളുടെ ഉള്ളിനുള്ളിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്താൽ, ഈ ഇൻഫർമേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഇത്രയും നാൾ
ഇത്രയും നാള് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിട്ട് ബാക്കിയുള്ളവർ ആട്ടും തുപ്പും കേട്ട് വീട്ടിലൊരു സമാധാനമില്ല, നാട്ടുകാർ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് അല്ലെ 4-5 കൂട്ടുകാരുണ്ടെങ്കിൽ അവർ കഞ്ചാവിനും വെള്ളത്തിനും ഒക്കെ അടിച്ച് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ബ്രോ, ഐ എം ടെല്ലിങ് യു, ദിസ് ഈസ് എ ടൈം ടു ചേഞ്ച്. സോ ഡു ഡോപ്പമിൻ ഡീറ്റോക്സ്. ഡു ഡോപ്പമിൻ ഡീറ്റോക്സ്. നിങ്ങൾ ഇരുന്ന് രാവിലെ പ്രഭാത ന്യൂസുകൾ കാണുമല്ലോ, ഗുഡ് മോർണിംഗ് ന്യൂസ്, ഗുഡ് മോർണിംഗ് ന്യൂസ്, 10-200 ന്യൂസുകൾ കാണുമല്ലോ. എന്ത് പ്രയോജനമാണ് ന്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? എത്രമാത്രം നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് രാവിലെ എണ്ണിച്ച്. ഇനി എണ്ണിച്ചത് 4 മണിക്കാണ്. എണ്ണിച്ചിട്ട് ഞാൻ നേരെ നടക്കാൻ പോയി. ഞാൻ ഭയങ്കരമായിട്ട് രസമായിരുന്നു നടക്കാൻ പോയപ്പോ. അവിടെ നടക്കാൻ പോയിട്ട് നേരെ ഞാൻ അങ്ങോട്ട് നടക്കാൻ പോയി. അപ്പൊ അവിടെ ഒരു ചായക്കട പോലെ ഒരു സംഭവം. ചായക്കടയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ 4-5 പിള്ളേർ, 4-5 പിള്ളേരല്ല, മാമന്മാര് പോയിക്കോട്ടെ. അപ്പൊ ഞാൻ നടക്കുമ്പോ അവരെന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ നേരെ നടക്കാൻ പോയി. അപ്പൊ നടക്കാൻ പോയപ്പോ പാലത്തിന്റെ അവിടം വരെ ഞാൻ നടക്കാൻ പോയിട്ട് തിരിഞ്ഞ് നടന്ന് തിരിച്ചിങ്ങോട്ട് നടക്കും. അപ്പൊ ഇവിടെ ചായക്കട. തിരിച്ചിങ്ങനെ നടന്ന് ഞാൻ പോകും. അപ്പൊ അവരെല്ലാം ഇങ്ങനെ നോക്കി, ഏതാ ഈ നാശം ഇങ്ങനെ ഇറങ്ങി നടക്കും. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെ നടന്ന് പോകും. നല്ല രസം. പക്ഷെ അവരെ ഇട്ടിട്ട് പരിചയപ്പെടണം എന്നും പോവാണെങ്കിൽ. സോ ഞാൻ തിരിഞ്ഞ് നടന്നിങ്ങനെ വന്നപ്പം ഞാൻ താഴോട്ട് നോക്കിയപ്പോ അവിടെ 10 രൂപ താഴെ കിടക്കും. ചില്ലറ ഇങ്ങനെ താഴെ കിടക്കും. ഞാൻ അപ്പൊ നേരെ എടുത്തിട്ട് ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ നടന്നു. അപ്പം അവിടുന്ന് കുറച്ച് ഞാൻ മാറി. ഞാൻ നേരെ ഇതിനകത്ത് തിരിഞ്ഞിങ്ങനെ നടന്നു. ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് ഇനി ചായ കുടിക്കണോ അതോ ഞാൻ ഇനി അവിടെ കൊണ്ടു കൊടുക്കണോ എന്ന് വെച്ചാൽ എനിക്കൊരു വല്ലാതെ ഇനി എടുത്ത് ചായ കുടിക്കുന്ന ഒരു മോശമല്ലേ. വെളി തറ കിടന്ന പൈസ ഇല്ല, ആരുടെയാന്ന് പോലും അറിയത്തില്ല. ഞാൻ നേരെ എടുത്തിട്ട് അവിടെ കുറച്ച് നേരം പോകണം. ഞാൻ നേരെ അവിടുത്തെ കടയിൽ ചായ, ഒരു ചെറിയ കട, ഒരു പെട്ടിക്കട പോലെ, അവിടുത്തെ ചായ കടക്കാരന്റെ നേരെ കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ എന്നാ 10 രൂപ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ട് പോയി. ഇത് എന്താ മോനെ ഇവിടുന്ന് എനിക്ക് എന്തിനാ 10 രൂപ? ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ കിടന്ന് 10 രൂപ ചേട്ടാ എടുത്തോളാൻ പറഞ്ഞു. അയാൾ എന്നെ ഇങ്ങനെ നോക്കി, ഇവൻ ഏത് ഭ്രാന്തനാണോ അതോ വട്ടനാണോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ രാവിലെ നല്ല രസമായിരുന്നു. സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു നീഡ് ടു വേക്ക് അപ്പ് ഏർലി ആൻഡ് നിങ്ങൾ വെളിയിലേക്ക് പോയി ആ ഓക്സിജൻ, രാവിലത്തെ ആ മോർണിംഗ് സൂര്യന്റെ വെട്ടം കണ്ടിരിക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ. ഇങ്ങനെ ഒരു അടച്ചിട്ട റൂമിൽ ഒരു ആരോടും ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ കയറി ഇങ്ങനെ ഓക്സിജൻ പോലും കറക്റ്റ് കിട്ടാതെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ എങ്ങനെ ഡിപ്രസ്ഡ് ആവാതിരിക്കും? നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കറിയാൻ പറ്റുന്നില്ല, പറഞ്ഞതാ. സോ നിങ്ങൾ രാവിലെ എണീച്ചു പോവാ. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുന്നുണ്ട്. ആ എനർജി എന്ന് പറയുന്നത് ഞാൻ രാവിലെ പോയി ഓടിയൊന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇപ്പൊ എല്ലാ ദിവസവും ഇറങ്ങിപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. അങ്ങനൊന്നും അല്ല, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. കഴിഞ്ഞ വീക്ക് എന്ന് പറഞ്ഞാൽ വേഴ്സ് വീക്കായിരുന്നു. ഒരു ഇമ്പ്രൂവ്മെന്റും എന്റെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ലേസി ആയിരുന്നു. ഞാൻ മധുരം ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. വർക്കൗട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല, ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ എന്റെ സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കിയോ, ഞാൻ ഇവിടെ ഇരുന്ന് ഐ ആം റിയൽ ഡീൽ. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. കാരണം ഞാൻ സെൽഫിഷ് ആണ്. എനിക്ക് എന്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ എന്നെ കാണുന്ന നിങ്ങളുടെ ലൈഫും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കള്ളം പറഞ്ഞു ഞാൻ അങ്ങ് വലിയ ആളാണ്, ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഞാൻ ചെയ്യുന്നത് നിങ്ങളോട് പറയും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് കറക്റ്റ് വേ. പിന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കും. എനിക്ക് അങ്ങനെയുള്ള ഒരു ലിമിറ്റേഷൻസോ പ്രശ്നങ്ങളോ നാണക്കേടോ ഇല്ല. ഐ എം ടെല്ലിങ് യു. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കോ. 3-4 മണിക്കൂറാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ കഴിഞ്ഞ വീക്കിൽ ഇരുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കും, ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അങ്ങനെ കണ്ടോണ്ടിരുന്നാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ ഡ്രോപ്പ് ആവും. നിങ്ങൾക്ക് മെന്റലായിട്ടൊരു സ്ട്രെങ്ത് കാണത്തില്ല, നിങ്ങൾക്ക് മൈൻഡിന് ഒരു ഹാപ്പിനെസ് കാണത്തില്ല, നിങ്ങൾക്ക് ഒരു സന്തോഷം കാണത്തില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടാൽ ഈവൻ ചിരിക്കാൻ പോലും തോന്നത്തില്ല. ആരെങ്കിലും കണ്ടാൽ ഈവൻ ചിരിക്കാൻ, അവരുടെ മുഖത്ത് നോക്കി ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യാൻ പോലും നിങ്ങൾക്ക് തോന്നത്തില്ല. അത്രമാത്രം അഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഡോപ്പമിൻ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത്, ഡോപ്പമിൻ നമുക്ക് എങ്ങനെ ഡോപ്പമിൻ ഉണ്ടാകുന്നു? ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ 30 മിനിറ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകും? എങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും? സോ വാട്ട് ടു ഡു ഇൻ ഡോപ്പമിൻ ഡീറ്റോക്സ്? ഫസ്റ്റ് നിങ്ങൾ ആ കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വാട്ട് ടു ഡു ഇൻ ഡോപ്പമിൻ ഡീറ്റോക്സ്, എന്താണ് ഡോപ്പമിൻ ഡീറ്റോക്സിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എങ്ങനെ ഇതിനെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പിൽ കയറാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പാണ്. ദൈവത്തെ ഓർത്ത് ഒരു ഡെഡ് എൻറ്റിറ്റി ആയിട്ട് അതിനകത്ത് കയറിയിരിക്കരുത്. എനിക്ക് അതിനകത്ത് 1000 പേരെ വേണ്ട, എനിക്ക് അതിനകത്ത് 100 പേരെ വേണ്ട, എനിക്ക് അതിനകത്ത് 50 പേരെ വേണ്ട. എനിക്ക് ജസ്റ്റ്
10 പേരെ മതി, വെറും 10 പേരെ കറക്റ്റ് ആയിട്ട് അവരുടെ ഈഗോ വിട്ടുകളഞ്ഞ് അഡ്വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്തത് തെറ്റായിപ്പോയി, ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് ഓപ്പൺ ആയിട്ട്, ഞാനിപ്പോ പറഞ്ഞതിന്റെ തൊട്ട് ഓപ്പൺ ആയിട്ട് അഗട്ട് ഉള്ള ആൺപിള്ളാരെയും പെൺപിള്ളാരെയും മാത്രം എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മതി. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഡെഡ് എൻറ്റിറ്റി ആയിട്ട് അതിനകത്ത് കുറെ എണ്ണം കയറി ഇരിപ്പുണ്ട്, അതുപോലെ കയറി ഇരിക്കാം, എനിക്കൊരു കുഴപ്പമില്ല, അവിടെ കയറി ഇരിക്കാം. ബട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്, അവർ നിങ്ങളെ ഔട്ട് വർക്ക് ചെയ്യും, നിങ്ങളെ ജസ്റ്റ് അവന്മാർ കില്ല് ചെയ്ത് കളയും. ഐ എം ടെല്ലിങ് യു അവർ നിങ്ങൾ ഔട്ട് വർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് കളയും. സോ ദിസ് ഈസ് ദ ചാൻസ് ആൻഡ് ദിസ് ഈസ് ദ ന്യൂ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് യുവർ ലൈഫ്. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ കോപ്പോ തേങ്ങയൊന്നുമല്ല. എനിക്ക് മോട്ടിവേഷൻ പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഡിസിപ്ലിനാണ്, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഹാർഡ് വർക്കിലാണ്, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മെന്റാലിറ്റിയിലാണ്. ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ശരി ഇവൻ പറയുന്നത് ശരി, ഇതിങ്ങനെയൊക്കെ ചെയ്യണം, പക്ഷെ ഞാൻ ഇത് എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് എ റെസ്റ്റ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ബ്രോ 10% അല്ലെങ്കിൽ 100% കേരളത്തിലുള്ള മെൻ ആൻഡ് വുമണിനെ എടുത്താൽ അതിനകത്ത് 20% ഓഫ് ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണത്തുള്ളൂ. സോ യു ആർ വെരി ലക്കി എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഈ ഇൻഫർമേഷൻ എത്രമാത്രം പെട്ടെന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കാണുന്നിരിക്കുന്നു പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഫുള്ളായിട്ട് ഇത് ഇപ്പം പകുതി പേര് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും, എനിക്കറിയാം, അത് നല്ലോണം അറിയാം. എനിക്ക് അവരെ എങ്ങനെയാണ് ഇരുത്തേണ്ടതെന്നും എനിക്ക് നല്ലോണം അറിയാം. ബട്ട് ഞാനത് ചെയ്തില്ല, കാരണം അത് ഡോപ്പമിൻ ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസ് വെച്ചിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് ചെയ്യണമെങ്കിൽ തന്നെ അത് അവരുടെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കും. ഓക്കെ, നമ്മൾ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ കയറുവാണെങ്കിൽ ഒരു ഹുക്കിന് വേണ്ടി കുറച്ച് ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസ് തന്നാൽ കുഴപ്പമില്ല, അത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, അത് കുഴപ്പമില്ല. അല്ലാതെ അവിടെയും ഇവിടെയും എഡിറ്റും ഇതും ലൈറ്റും പിന്നെ ഇങ്ങനെ വരയും എല്ലാം കൂടെ തന്ന് പല എഡിറ്റഡ് വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പൊ ഫുൾ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാതിരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഈ ക്ലിക്ക് ചെയ്ത് പോയവന്മാരുണ്ടല്ലോ, അവന്മാരെല്ലാം പോയേക്കുന്നത്. അതുകൊണ്ടാണ് അവന്മാരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് വെറും റാറ്റ് ലൈഫിൽ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ക്യാരക്ടർ ആണോ നിങ്ങളുടെ ലൈഫിൽ പ്ലേ ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ക്യാരക്ടർ നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടോ? ഒരു ഈഗിൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടോ? അതോ ഒരു റാറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ബാക്കിയുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി, ബാക്കിയുള്ളവർ പറയുന്ന അതുപോലെ കേട്ട്, ന്യൂസിൽ കാണുന്നത് അതുപോലെ കേട്ട്, അവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കൊടുത്ത്, അവരുടെ നെഗറ്റീവ് രാവിലെ കൊന്നതും പീഡിപ്പിച്ചതും ചത്തതും എല്ലാം ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. എന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നതും ഇനി അടി ഉണ്ടാക്കാൻ പോകുന്നതും ഈ കാര്യത്തിലായിരിക്കും. രാവിലെ മനുഷ്യന് കണ്ണു തുറന്ന് എണ്ണിച്ച് വരുമ്പം ഈ സാമാനം വെച്ചേക്കുക, ന്യൂസ് ഫക്കിംഗ് ന്യൂസ്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വെറുപ്പ്. സോ ഇഫ് യു ആർ എ മാൻ, ഇഫ് യു ആർ എ വുമൺ, ഡോണ്ട് വാച്ച് ന്യൂസ്. നിങ്ങൾ ന്യൂസ് കാണരുത്. ഓക്കെ, സോ ഡോപ്പമിൻ ഡീറ്റോക്സ്. എന്ത് നിങ്ങൾക്ക് ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ റാറ്റിനെ എടുക്കുക, ഈഗിളിനെ എടുക്കുക. ഈ റാറ്റ് ലൈഫിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. റാറ്റ് ലൈഫിൽ നിന്നും ഈഗിൾ ലൈഫിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ്, അതിനുള്ള സ്റ്റെപ്സാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമുക്ക് ഡോപ്പമിൻ പീക്ക് തരുന്ന കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഡോപ്പമിന്റെ കോഴ്സിനകത്ത് പറയുന്നതിലൂടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഡോപ്പമിന്റെ ലെവൽ, നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്ന ഒരു ഡോപ്പമിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടാണ്. ഭയങ്കര ഹൈപ്പർ എഡിറ്റ് ആയിട്ടുള്ള ഫോണും, ഹൈപ്പർ എഡിറ്റ് ആയിട്ടുള്ള വീഡിയോസും, ഹൈപ്പർ എഡിറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡ്രഗ്സ്, അതുപോലെ തന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഡോപ്പമിൻ ഇവിടാണ് നിൽക്കുന്നത്. നമ്മുടെ ഡോപ്പമിൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സാധാരണമായിട്ട് ഒരിടത്ത് ഇരുന്നൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വർക്ക്, നമുക്ക് വേണ്ടി ആരെങ്കിലും തന്നെ എവിടെയെങ്കിലും നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് നമുക്ക് ഫോക്കസ് ചെയ്തിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല.
നമുക്ക് എഡ്യൂക്കേഷണൽ ആയിട്ട് നാളെ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്, അതിന് കറക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. എങ്ങനെ നിങ്ങൾക്ക് പറ്റും? ഇവിടാണ് നിങ്ങളുടെ ഡോപ്പമിൻ ഇരിക്കുന്നത്. ഈ ഡോപ്പമിൻ എപ്പോഴും നമ്മുടെ ബ്രെയിനിന് വേണം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡോപ്പമിനെ അടിച്ചടിച്ചടിച്ച് നേരെ താഴെ കൊണ്ടുവരിക എന്നതാണ്. ഡോപ്പമിന്റെ ലെവൽ നിങ്ങൾ കുറച്ചുകൊണ്ട് വരികയാണ്. ഞാൻ സയന്റിഫിക് ആയിട്ട് ഒരു കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ആ ഡോപ്പമിന്റെ ലെവൽ നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക. എങ്ങനെ നിങ്ങൾ കുറച്ചുകൊണ്ട് വരും? എത്ര മണിക്കൂറാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നത് അത് നോക്കുക, അതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലുള്ള സോഷ്യൽ മീഡിയയും കയറുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക. അതേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഞാനിപ്പോ പറയുന്നതിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാലും ഞാനും ഒരു കഴിഞ്ഞ വീക്കിൽ 3 മണിക്കൂറോളം ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ എല്ലാം ഇട്ടിട്ട് അങ്ങ് പോവല്ല വേണ്ടത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എത്രമാത്രം ഇടിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും, കുറെ ആൾക്കാർ അവരിപ്പോ ചിരിക്കുന്നുണ്ടായിരിക്കും. സോ അത്രമാത്രം പ്രൊഡക്ടിവിറ്റിയാണ് നമ്മുടെ ഇടിഞ്ഞു പോകുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊരു സംഭവമാണ്, ഇങ്ങനെയുള്ള കാര്യത്തിലാണ് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഈവൻ വീട്ടുകാർ പോലും. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടുകാർ പറയുമായിരുന്നു, അമ്മയൊക്കെ നമ്മളോട് പറയുന്നത് ഫോൺ ഉപയോഗിക്കും, എപ്പോഴും ഫോണില്ല, എപ്പോഴും ഫോണില്ല. ഇപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ഫോൺ. അച്ഛനും അമ്മയാണ് ഇപ്പൊ എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം. നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കിയാൽ അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവൻ അറിയുമെങ്കിലും ചെയ്യാം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. സോ അത് മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്നും നമുക്ക് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഈ പുതിയ ഓപ്പർച്യൂണിറ്റി കുറെ രീതിയിൽ പല ഡിപ്പാർട്ട്മെന്റിൽ വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിൽ കുറെ മുന്നോട്ട് പോകാനുണ്ടെന്നും മനസ്സിലാക്കി ടേക്ക് എ ആക്ഷൻ ഫോർ യുവർ ലൈഫ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും നിർത്തിയിട്ട് ഇതിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക. നിങ്ങൾ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുക. ഞാൻ ഈ കാണിക്കുന്നതിനോട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുക. ഈ പറയുന്ന കാര്യം എല്ലാം നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ബട്ട് ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ജസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഈ റാറ്റിൽ നിന്നും ഈഗിളിലേക്ക് ആവാനുള്ള നിങ്ങളുടെ ആദ്യത്തെ ശ്രമമാണിതെങ്കിൽ ബ്രോ, ഐ ആം ടെല്ലിങ് യു യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഐ ആം ടെല്ലിങ് യു യുവർ ലൈഫ് വിൽ ചേഞ്ച്. സോ ആക്ഷൻ എടുക്കുക എന്നത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മ്യൂസിക് കേൾക്കാൻ പാടില്ല, തല കുത്തിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു സ്ട്രിക്ട്നെസ്സും വേണ്ട, നിങ്ങൾക്ക് ഒന്നും വേണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നത് നിങ്ങൾ കുറയ്ക്കുക. ന്യൂസ് ഒട്ടും കാണരുത്. ഐ ഹേറ്റ് ന്യൂസ്. ന്യൂസ് ഒട്ടും കാണരുത്. ഒരു വിട്ടുവീഴ്ച ന്യൂസിന്റെ കാര്യത്തിൽ ഞാൻ തരത്തില്ല. ന്യൂസ് ഒട്ടും കാണരുത്. സോഷ്യൽ മീഡിയ അവിടെ ഇവിടെ ഒക്കെ കാണും. ഒരു 30 മിനിറ്റോ 40 മിനിറ്റോ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കാണും. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ കൂട്ടുകാരിയൊക്കെ മെസ്സേജ് അയക്കാം. ഓക്കെ, അത് നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുക, ന്യൂസ് കാണരുത്. മൂന്നാമത്തെ കാര്യം, മൂവിയുടെ കാര്യം എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂവി കാണണോ വേണ്ട? നോ, മൂവി കാണണം. എനിക്ക് മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. ബട്ട് ഞാൻ മൂവി കണ്ടിട്ട് ഇപ്പൊ കുറെ നാളായി. നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് കിട്ടുക, നിങ്ങൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൂവിയൊക്കെ കാണുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത്രമാത്രം സ്ട്രിക്റ്റ് ആയി പോകേണ്ട, നമ്മൾ യോഗിയൊന്നുമല്ല, അത്രമാത്രം സ്ട്രിക്റ്റ് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എൻജോയ്മെന്റ് വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ മ്യൂസിക് കേൾക്കാമോ ഇല്ലയോ എന്ന് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഡോക്യുമെന്റ് കാര്യത്തിൽ. മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാം. കേൾക്കുന്നത് നല്ല നല്ല ക്ലാസിക്കൽ ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാൻ ശ്രമിക്കുക. ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയാം, ബട്ട് അങ്ങനെയുള്ള മ്യൂസിക് കഴിവതും കുറയ്ക്കുക. ഞാൻ പക്ഷെ ഒരു പോപ്പ് മ്യൂസിക്കിലാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇപ്പം ഞാൻ അത് കുറച്ചും കൂടെ ക്ലാസിക്കലാക്കി നമ്മുടെ ഇന്ത്യൻ തമിഴ്, പ്രത്യേകിച്ച് തമിഴ് ഭയങ്കര പവറാണ്. തമിഴ് സോങ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുക. ഇത് നിങ്ങൾ ഒരു ലൈഫ് ചേഞ്ചിങ് ലെസൺ ആയിട്ട്, ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കുക. ആൻഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഇത് ചെയ്യാതിരുന്നിട്ട് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ കൂടെ പിള്ളേരുണ്ട് ചെയ്യാൻ. അവന്മാരുടെ കൂടെ ഞാൻ അവന്മാരുടെ ഒരാളായിട്ട് അവന്മാരുടെ കൂടെ ഇരുന്നാണ്, അവന്മാരുടെ കൂടെ ഹെൽപ്പും സപ്പോർട്ടും കൂടാണ് ഞാനിത് ചെയ്യുന്നതും. ആൻഡ് ഈ കമ്മ്യൂണിറ്റി വിൽ ഗ്രോ ഇമ്മെൻസ്ലി. ഈ കമ്മ്യൂണിറ്റി ഭയങ്കരമായി വലുതാവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആവാം, നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ഒരു അംഗമാകാം, നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ എന്നോട് ഡൗട്ടുകൾ ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്നോട് ഫൈറ്റ് ചെയ്യാം, എന്നോട് ആർഗ്യൂ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നതാണ്. സോ യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ Z group. This is not the end. This is the beginning. Love you, brother.